Hello everyone. അപ്പം നിങ്ങൾ +1 ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓണം എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രൻസ് പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ സ്കൂളിലെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണ്, IITകളും NITകളും അതുപോലെ തന്നെ എയിംസിലും എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അപ്പം അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു അഡീഷണൽ തയ്യാറെടുപ്പ് ആവശ്യമുണ്ട് അല്ലേ. അതായത് പ്രിപ്പറേഷനാണ് മസ്റ്റ്. നമ്മൾ സ്കൂളിൽ നമുക്ക് കുറച്ച് തിയറിയും ഒക്കെ പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മുടെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയതുകൊണ്ട് നമ്മൾ കണ്ടന്റ് ഒക്കെ എത്ര പഠിച്ചതെന്ന് പറഞ്ഞാലും ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ സ്കിൽ എന്ന് പറയുന്നത്. അപ്പം ഈ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായിട്ടുള്ളൊരു പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. ഈ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ വെറുതെ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. റിയൽ ആയിട്ടും നമ്മളുടെ എക്സാം എങ്ങനെയാണോ നടക്കുന്നത്, നമ്മുടെ എൻട്രൻസ് എക്സാം അതായത് JEE മെയിൻ അല്ലെങ്കിൽ നമ്മുടെ നീറ്റ് എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതേ പാറ്റേണിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതേ ടൈം ഡ്യൂറേഷനിലും പ്രാക്ടീസ് ചെയ്യേണ്ടത് മസ്റ്റാണ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി സൈലം നിങ്ങൾക്കായി തരുന്ന ഒരു ചാൻസ് ആണ് നമ്മുടെ GIB എക്സാം എന്ന് പറയുന്നത്, അതായത് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മുടെ കിങ്സ് 11 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു GIB നമ്മൾ നടത്തിയായിരുന്നു. അതിൽ വളരെ അടിപൊളി റെസ്പോൺസ് ആണ് നമ്മളുടെ മക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു ആകാംക്ഷ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ നല്ല മാർക്കും മിക്കവർക്കും കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സീരിയസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 2 വർഷം കഴിഞ്ഞ് നമ്മൾ എഴുതാൻ പോകുന്ന നമ്മുടെ JEE മെയിനും അതേപോലെ തന്നെ നീറ്റിനും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനും നല്ല റാങ്ക് വാങ്ങിക്കാനും നമ്മുടെ ഡ്രീം കോളേജിൽ എത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ GIB ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 29-ാം തീയതിയാണ് നമ്മുടെ രണ്ടാമത്തെ GIB നടക്കുന്നത്. അപ്പം ഈ GIB എക്സാമിൻ്റെ എക്സാം പാറ്റേൺ അതേപോലെ തന്നെ എക്സാം സെൻറ്ററുകൾ എക്സാമിൻ്റെ സിലബസ് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് തുടങ്ങേണ്ടതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയ്ക്ക് അടിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.